ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചേമ്പിൻ്റെ തണ്ട് എങ്ങനെ താളിക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം ചേമ്പിൻ്റെ തണ്ട് പറിച്ചിട്ട് വരാം. ഇതാണ് ചേമ്പ്. ഇതിൻ്റെ തണ്ടൊന്ന് വെട്ടിയെടുക്കാം. ഒരു 2-3 തണ്ട് മതിയാവും. ഇതിൻ്റെ ഇല കളയുന്നുണ്ട്. ഇലയും എടുക്കാട്ടോ. ഇല ചാറ് കറിയൊക്കെ വെക്കുമ്പോൾ എടുക്കാം. ഒരു 3 തണ്ടാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെ ഇത് താളിക്കാൻ നോക്കാം. ഇനി ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ സ്കിന്നൊന്ന് പീല് ചെയ്തെടുക്കണം. ഇതേപോലെ. ഇനി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് എല്ലാം ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് താളിച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേമ്പിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചേമ്പിൻ്റെ തണ്ട് താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.